നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർ മരിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകി. നിരവധി വീടുകൾ വെള്ളത്തിൽ. വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കാണുന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ വലിയ ടിന്ന് കരക്കടിഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ജൂലൈ 8-ന് സൂചനാ സമരം നടത്തും. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർ മരിച്ചു. കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇരുനില കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ പുറത്തെടുത്ത 3 തൊഴിലാളികളും മരിച്ചു. 3 പേരായിരുന്നു കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടത്. ഇവരിൽ 2 പേരുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നാലെ നടത്തിയ തിരച്ചിലിൽ 3ാമത്തെ ആളുടെ മൃതദേഹവും പുറത്തെടുത്തു. പശ്ചിമ ബംഗാൾ സ്വദേശികളായ രൂപേൽ, രാഹുൽ എന്നിവരുടെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ജോലിക്ക് പോകാൻ തയ്യാറാകുന്നതിനിടെയാണ് കൊടകര ടൗണിൽ തന്നെയുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇരുനില കെട്ടിടം തകർന്നു വീണത്. കെട്ടിടത്തിൽ 12 തൊഴിലാളികളാണ് താമസിച്ചിരുന്നത്. ഇവരിൽ 9 പേർ അപകടമുണ്ടായ സമയം പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടു. വളരെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് തകർന്നു വീണത്. 40 വർഷം പഴക്കമുള്ള കെട്ടിടമാണിതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോഴത്തെ ഉടമയുടെ മുത്തച്ഛന്റെ കാലത്താണ് ചെങ്കല്ല് പാകി നിർമ്മിച്ച ഈ ഓടിട്ട കെട്ടിടം പണിതത്. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്ന് തകർന്നു വീഴുകയായിരുന്നു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് തൊഴിലാളികൾ കുടുങ്ങിയത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകി. നിരവധി വീടുകൾ വെള്ളത്തിൽ. മഴ ശക്തമായതിനെ തുടർന്ന് കനോലി കനാൽ കരകവിഞ്ഞൊഴുകിയ നിലയിലാണ്. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പുയരാൻ കാരണമായിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ എൽത്തുരുത്ത്, കോട്ടപ്പുറം കോട്ട, പാലിയം തുരുത്ത്, കാവിൽ കടവ്, ഉഴുവത്ത് കടവ്, വയലാർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല, ഗോതുരുത്ത് എന്നിവിടങ്ങളിൽ തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ്. വയലാർ വാർഡിലെ സരോവരം അങ്കണവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ്. ആനാപ്പുഴ, അഞ്ചങ്ങാടി കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ VR സുനിൽകുമാർ MLA സന്ദർശിച്ചു. മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മഴയുടെ ഇതൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് മഴ. പിന്നെ നമ്മളെ ഈ പെരിങ്ങൽ ഡാം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭീതിയിലും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ പരിസരത്ത് മൊത്തം ഒരു 19 വീടുകളുണ്ട്. അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കാണുന്നത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ അടച്ച് ആനയെ രക്ഷപ്പെടുത്തി. ആന പുഴ കടന്നത് 3 മണിക്കൂറിലേറെ സമയമെടുത്താണ്.
വയനാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലി വീണ്ടും ഇരയെ തേടി എത്തിയപ്പോൾ കൂട്ടിലകപ്പെട്ടത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി വൈകിട്ടോടെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളി ദമ്പതികളുടെ മകളെ പുലി കടിച്ചുകൊണ്ടുപോയത്. അന്ന് രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ പിറ്റേന്ന് രാവിലെ മുതൽ ഡോഗ് സ്ക്വാഡിന്റെയും ഡ്രോണിന്റെയും സഹായത്തോടെ നടത്തിയ തെരച്ചിലിനൊടുവിൽ രാവിലെ 11 മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതിയിലധികം ഭക്ഷിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അന്നു തന്നെ വനം വകുപ്പ് നരഭോജി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത്. നാളുകൾക്ക് മുൻപും ഇതേ പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടി കൊലപ്പെടുത്തി വനാതിർത്തിയിൽ ഉപേക്ഷിച്ചിരുന്നു. നിരന്തരം വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണ് വാൽപ്പാറ. പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ വലിയ ടിന്ന് കരക്കടിഞ്ഞു. 2 ആഴ്ച മുൻപ് കോഴിക്കോട് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്നുള്ളതാകാം ഇതെന്നാണ് സംശയിക്കുന്നത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് 20 ലിറ്റർ സംഭരണ ശേഷിയുള്ള രാസവസ്തു അടങ്ങിയ ടിന്ന് കരക്കടിഞ്ഞ നിലയിൽ മത്സ്യത്തൊഴിലാളികൾ കണ്ടത്. കപ്പലിലെയും മറ്റും എണ്ണച്ചോർച്ചയുണ്ടായാൽ നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണിതെന്നാണ് പ്രാഥമിക നിഗമനം. വാർഡ് മെമ്പർ സ്നേഹദത്ത് അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി രാസവസ്തു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ജൂലൈ 8-ന് സൂചനാ സമരം നടത്തും. ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും ബസ്സുടമ സംയുക്ത സമിതി നേതാക്കൾ തൃശൂരിൽ അറിയിച്ചു. 140 കിലോമീറ്ററിലധികം ദൂരം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് കാലോചിതമായി വർദ്ധിപ്പിക്കുക, കൺസെഷൻ കാർഡ് വിതരണം കുറ്റമറ്റതാക്കുക, ബസ് ഉടമകളിൽ നിന്നും അമിതമായ പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയമായ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. തൃശൂരിൽ ചേർന്ന ബസ്സുടമ സംയുക്ത സമിതിയുടെ സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാര്യത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. പ്രവർത്തന ചെലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് ഇവർ പറയുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ സായൂജ് സുരേന്ദ്രൻ, ഷാജു പൂക്കാടൻ, സിജിൽ ചന്ദ്രൻ, നൈജോ ആൻഡോ, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. ജെയ്നി സിജോ, സന്തോഷ് കൊള്ളിവളപ്പിൽ, സുരേഷ് അരിക്കാട്ട്, ഷാജു കാവനാട്, ജോണി കൊട്ടേക്കാട്ടുകാരൻ, ലത്തീഫ് കൊല്ലേരി, ഫ്രാൻസിസ് ആരോദ, നിസാർ കരപ്പം വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 85 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8985 രൂപ, പവന് 71,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് 3 പേർ മരിച്ചു. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകി. നിരവധി വീടുകൾ വെള്ളത്തിൽ. വാഴച്ചാലിൽ കാട്ടാന ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു. വാഴച്ചാൽ പാലത്തിന് സമീപം രാവിലെ 11 മണിയോടെയാണ് ആനയെ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കാണുന്നത്. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. പെരിഞ്ഞനം ആറാട്ടുകടവിൽ രാസവസ്തു അടങ്ങിയ വലിയ ടിന്ന് കരക്കടിഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. ജൂലൈ 8-ന് സൂചനാ സമരം നടത്തും. മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും A4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.